നമ്മള് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അത് ഒന്ന് ഇതിനകത്ത് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാം. ഇത് ഞാൻ ഓൾറെഡി നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ പോസ്റ്റ് ചെയ്തതാണ്. പക്ഷെ വീണ്ടും 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 ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സ്റ്റാറ്റസ് ചോദിച്ചുകൊണ്ട് കണ്ടമാനം മെസ്സേജുകളും അതുപോലെ തന്നെ നമ്മളുടെ മിക്ക പോസ്റ്റിലും കമന്റുകൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം ഇതിന്റെ ആദ്യത്തെ റാലി കണ്ടിട്ട് ചാടി കയറിയിട്ട് ഇപ്പം അവസാനം ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ നിൽക്കുകയാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ ട്രെൻഡ് ലൈനും അതും ഇതും തേങ്ങ എല്ലാം വെച്ച് നോക്കണമെന്നൊക്കെ പറയുന്നത്. കൂടുതൽ ആളുകളും ബിഗിനേഴ്സ് ആയതുകൊണ്ട് അവർക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു എങ്ങനെയാണ് ഇത് നോക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് എൻട്രി എടുക്കേണ്ടത് എന്നുള്ള സംശയത്തിന്റെ പുറത്തൊക്കെ ആയിരിക്കും ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിലൊക്കെ പറയുന്നത് കേട്ട് നമ്മൾ ചാടി കയറി എടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് ഇത് കണ്ടോ, ഈ ചെറിയ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം, അതായത് ഈ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ ചാടി കയറി ഇവിടെ കയറി എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ ചുമ്മാ ഒരു ട്രെൻഡ് ലൈൻ വരച്ചാണ്, ജസ്റ്റ് അവിടെ തന്നെ വന്ന് അടിച്ചിട്ടാണ് നേരെ റിവേഴ്സ് ആയിരിക്കുന്നത്. സോ നമുക്ക് അല്ലെങ്കിൽ തന്നെ ഇവിടെ വെച്ച് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടുന്ന് ഈ ഒരു ക്യാൻഡിലൊക്കെ കയറി എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ നല്ല സപ്പോർട്ടോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൂടെ കിട്ടുവാണെങ്കിൽ പ്രശ്നമില്ല. അപ്പം എടുക്കാൻ നേരത്ത് അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ട്രെൻഡ് ലൈൻ വെച്ചിട്ടുള്ള ആ ഒരു ഇതൂടെ നോക്കണം. ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ജസ്റ്റ് ട്രെൻഡ് അറിയാൻ വേണ്ടി മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ട്രെൻഡ് ലൈൻ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പോലെ തന്നെ ബിഹേവ് ചെയ്യും. സോ നമ്മൾ ഹോറിസോണ്ടൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുന്ന കൂട്ടത്തിൽ അതേ പ്രാധാന്യത്തോടുകൂടി തന്നെ നമ്മൾ ഈ ട്രെൻഡ് ലൈനിൽ നോക്കണം. എങ്കിൽ മാത്രം ഇത് രണ്ടുകൂടെ ക്ലബ് ചെയ്തിട്ട്, അതായത് ഹൊറിസോണ്ടൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും ട്രെൻഡ് ലൈനൂടെയും ക്ലബ് ചെയ്തിട്ട് രണ്ടുകൂടെയും ഒരുമിച്ചാക്കിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ല റിസൾട്ട് കിട്ടുന്നത്. സോ ആ രീതിയിൽ വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. അപ്പോൾ ഇനിയാണെങ്കിൽ എല്ലാ ആളുകളും ശ്രദ്ധിച്ചോണം, നമ്മൾ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ഗ്രൂപ്പിൽ പറയുന്ന കേട്ട് ചാടിക്കറി എടുക്കാൻ നിൽക്കരുത്. നമ്മൾ ജസ്റ്റ് നമ്മളുടെ പൈസ വെച്ച് ട്രേഡ് ചെയ്യുന്നത്, നമ്മുടെ പൈസയിലെ ടേബിളിൽ വെച്ചേക്കുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ അത് എടുക്കുന്നതിന് മുന്നേ ഒന്ന് നോക്കുന്നത്, ജസ്റ്റ് ചാർട്ട് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. കരിച്ചിൽ എന്തെങ്കിലും ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ടിപ്പ് തന്ന ആളുകൾ ആരും ഇതിൻ്റെ ഉത്തരവാദിത്വം വെക്കത്തില്ല, നമ്മുടെ പൈസ ആയിരിക്കും പോകുന്നത്. സോ നമ്മൾ പഠിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് പോകുന്നതാണെങ്കിൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തീരുമാനം എടുത്തിട്ട് പൈസ പോകുന്നതാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, നമ്മൾ ചെയ്തതാണല്ലോ എന്ന് വിചാരിച്ച്. ഇതിപ്പം വല്ലവരും പറയുന്നത് കേട്ടിട്ട് എടുക്കാൻ നേരത്തെ നമുക്കൊരു തരത്തിൽ നമുക്ക് പിന്നെ കുറ്റബോധമായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ ഒരു ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു വീക്ക്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വീക്ക്ലി ചാർട്ട് ആണെങ്കിലും ഡെയിലി ചാർട്ട് ആണെങ്കിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഒന്നുകൂടെ ക്യാൻഡിലിന്റെ എണ്ണം കൂടുമെന്നുള്ളതല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ട്രെൻഡ് ലൈൻ സെയിം ട്രെൻഡ് ലൈൻ തന്നെയാണ്, ഒരേ രീതിയിൽ തന്നെയാണ് ഇത് പോയിരിക്കുന്നത്, സെയിം ട്രെൻഡ് ലൈൻ തന്നെ. അതുകൊണ്ട് നമുക്കൊന്നുകൂടെ ക്യാൻഡിലിന്റെ എണ്ണം കുറച്ചിട്ട് കൃത്യമായിട്ട് അതിന്റെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റുകയാണ്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് കാണാം. അതായത് ഈ ഒരു മേഖലയിൽ, അതായത് നമുക്ക് ഇത് ലിസ്റ്റ് ചെയ്ത് കുറച്ച് നാളത്തേക്ക് ഈ ഒരു ഒരേ ഒരു റേഞ്ചിൽ തന്നെ കിടന്നാണ് ഇത് ഓടിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഇത് പതുക്കെ മുകളിലോട്ട് കയറിയിട്ട് അവിടെ ഒരു ഹയർ ഉണ്ടാക്കിയതിന് ശേഷം നേരെ താഴെ വന്നു. എന്നിട്ട് അവിടെ ജസ്റ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് അവിടെ നിന്നത്. അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് പതുക്കെ മുകളിലോട്ട് കയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇതേപോലെ തന്നെ നേരെ മുകളിൽ കയറിയിട്ട് അവിടെ നേരെ വന്ന് ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒന്നുകൂടെ സൂം ചെയ്ത് കാണിക്കാം, അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ കൃത്യമായിട്ട് മനസ്സിലാകും. കൃത്യമായിട്ട് ഒന്നുകൂടെ ഇങ്ങനെ സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ കൃത്യമായിട്ട് ഒന്നുകൂടെ ഇതിന്റെ മനസ്സിലാവും. ഇപ്പം ചാർട്ടിന്റെ നിലവിലത്തെ അവസ്ഥ എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം കയറിയിരിക്കുന്നത് മിക്കവാറും ഈ ഒരു സൈഡിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആയിരിക്കും കയറിയിരിക്കുന്നത്. ഇവിടെയൊക്കെ കയറിയതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. കാര്യം ഇത് നേരെ മുകളിൽ പോയി ഇതിന്റെ ആ സമയത്ത് ഇഷ്ടംപോലെ ഓർഡറുകൾ കമ്പനിക്ക് എന്താണെങ്കിലും കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇഷ്ടംപോലെ ഓർഡറുകൾ കയ്യിലുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിലവിൽ അതിന്റെ ചാർട്ട് അനുസരിച്ച് ഒരു ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ മീൻസ് അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ സെല്ലേഴ്സ് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഈ സമയത്ത് ഇതെന്തായാലും ഒത്തിരി താഴേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും അധികം ഓർഡറുകൾ കയ്യിലുള്ളത് കൊണ്ട് ഇതൊരു കാരണവശാലും താഴേക്ക് പോകാനുള്ള സാധ്യത തീരെ കുറവാണ്. സോ ഇപ്പോഴത്തെ കുറച്ച് നാളത്തെ ഒരു ഇതിലേക്ക് ഇത് ഈ ഒരു മേഖലയിൽ കടന്ന് ഇങ്ങനെ ഒന്ന് കടന്ന് കളിച്ചതിന് ശേഷം വീണ്ടും ഇങ്ങനെ കയറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും
തൽക്കാലം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലേഴ്സ് ആണ് ഇവിടെ ആക്റ്റീവ്. നിങ്ങളിവിടെ തന്നെ വോളിയം തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നല്ലൊരു ബൈങ് വോളിയം ഉണ്ടായിരുന്നു, ഇവിടെ നല്ലൊരു ബൈങ് വോളിയം ആവറേജിന് മുകളിലുണ്ട്. അതിനുശേഷം ഇവിടെ കാര്യമായിട്ട് വോളിയം ഒന്നുമില്ല. ഈ റീറ്റെയിലേഴ്സ് ആണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. ചെറിയ 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 വോളിയമാണ്. സോ അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല, വോളിയം തീരെ ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ട്രേഡ് എടുക്കാം. പക്ഷേ എൻട്രി നോക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ല ഒരു ഏരിയയാണ് എൻട്രി നോക്കാൻ. പിന്നെ അതിന് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ജനുവരി മുതലുള്ള നല്ലൊരു റാലി, ജനുവരി മുതലല്ല, ഞാൻ പഴയ ബാക്കിൻ്റെ ഡേറ്റാസ് ഒന്നും എടുക്കുന്നില്ല, 2024 ഡേറ്റ മാത്രമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ഇത് നേരെ മുകളിലേക്ക് കയറി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ അവിടെ നേരെ തിരിച്ച് ഒരു ട്രെൻഡ് ലൈനെ വന്ന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കിയതിന് ശേഷം നേരെ തിരിച്ചു വന്നിട്ട് ഇവിടെ വന്ന് ഒരു ചെറിയ ഒരു സപ്പോർട്ട് എടുത്തു. അതായത് ഈ ലെവൽ കണ്ടു, ഈ ലെവൽ എന്ന് പറയുന്നത് അല്പം നല്ല ലെവലാണ്. അതായത് ഇവിടെ ഒരു റിവേഴ്സൽ അത്യാവശ്യം വന്നിട്ടുണ്ട്, ഇവിടെ ഒരു റിവേഴ്സൽ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു റിവേഴ്സൽ വന്നിട്ടുണ്ട്. ഈ ക്യാൻഡിൽ കണ്ടോ, ക്യാൻഡിൽ വളരെ ചെറിയ ക്യാൻഡിലാണ്, പക്ഷേ അവതയിലുണ്ടായിരിക്കുന്ന വോളിയം എന്ന് പറയുന്നത് 25 മില്യൺ ആണ്. ഞാനിപ്പോൾ വീക്കിലി ചാർട്ടാണ്, 25 മില്യൺ ആണ് ഈ ഒരൊറ്റ ചെറിയ ക്യാൻഡിൽ ഉണ്ടായിരിക്കുന്ന വോളിയം. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ നിന്ന് റിവേഴ്സലുണ്ട്. ഈ ഒരു വലിയ ക്യാൻഡിൽ, ഈ ഒരു മൊമെന്റം ക്യാൻഡിലിന്റെ വോളിയം തന്നെ 43 മില്യൺ ആണ് വീക്ക്ലി ചാർട്ടിൽ. സോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു റിവേഴ്സൽ ഉണ്ടാകുന്ന ഏരിയ ആണ്. ഇത്രയും ക്യാൻഡിലുകൾക്ക് ഇവിടെ നല്ല റിവേഴ്സൽ കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേ മേഖലയിലാണ് ഇപ്പം വന്ന് നിൽക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇവിടുന്നതിന് ശേഷം ഇത് വീണ്ടും താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ഈ ഒരു ഏരിയയിൽ കടന്ന് കുറച്ച് കളിച്ചതിന് ശേഷം നേരെ മുകളിലേക്ക് കയറാനാണ് കൂടുതൽ സാധ്യത. ഒരു പക്ഷേ ഇവിടെ നിന്ന് ഇപ്പം വീണ്ടും സെല്ലേഴ്സ് എടുത്ത് താഴേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു റേഞ്ചിൽ, അതായത് ഞാൻ ഈ കറുത്ത വരച്ചിരിക്കുന്ന ഈ ഒരു റേഞ്ച് ഏകദേശം 2110 റേഞ്ചിൽ അത്യാവശ്യം ഒരു സപ്പോർട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അടുത്ത സപ്പോർട്ട് നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1868 അല്ലെങ്കിൽ 1870 എന്ന് പറയുന്ന ഒരു റേഞ്ചിലേക്കാണ് അടുത്ത സപ്പോർട്ട് വരുന്നത്. ആ സപ്പോർട്ട് ഞാൻ പറയാൻ കാര്യം, നിങ്ങൾക്ക് ഇവിടെ ക്യാൻഡിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ കൃത്യമായിട്ട് നോക്കിയേ, ഈ ക്യാൻഡിലുകൾക്ക് ഇവിടെ ഒരു റിവേഴ്സൽ പോയിന്റിലാണ് ഇതിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഏരിയയിൽ വന്നൊരു റിവേഴ്സൽ എടുത്തിട്ടുണ്ട്. അപ്പം സോ അതുകൊണ്ടാണ് ഞാൻ 1870 എന്നുള്ള റേഞ്ച് പറഞ്ഞത്. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്ലസ് ഓർ മൈനസ് ചിലപ്പോൾ ചിലപ്പോൾ വന്നേക്കും, എങ്കിൽ പോലും നമുക്കങ്ങനെ സ്പെസിഫൈ ചെയ്ത് അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു റേഞ്ച് എന്ന് തന്നെ ഞാൻ പറഞ്ഞത്. 1870 റേഞ്ചിൽ അടുത്ത ഒരു സപ്പോർട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടണം. ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു സപ്പോർട്ട് ഏരിയയിലാണ് നിൽക്കുന്നത്. ഇതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും കയ്യിൽ ഹോൾഡ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു സപ്പോർട്ട് ഇവിടുന്ന് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ അടുത്ത സപ്പോർട്ട് വരുന്ന 1300 റേഞ്ചിലൊക്കെയാണ്. ഏകദേശം 500 രൂപ 600 രൂപയോളം ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ഒരു സ്റ്റോക്കിൽ ഉണ്ടാകുന്ന പ്രൈസിലുള്ള ഡിഫറൻസ് ആണ്. സോ അത്രയൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരാളുടെയും പോക്കറ്റിൽ നിൽക്കും എന്നുള്ളത്. അപ്പം ഈ ഒരു സപ്പോർട്ടിൽ, അതായത് 1870 റേഞ്ചിൽ അത് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ 1870 റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ല എങ്കിൽ നല്ലൊരു വോളിയം ഇവിടെ കാണിച്ച് ഒരു ബൈങ് മൊമെന്റം കാണിക്കുന്നില്ല എങ്കിൽ പിന്നെ കൂടുതൽ ഹോൾഡ് ചെയ്യണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനുശേഷം നമുക്ക് പിന്നെ എപ്പോഴും കയറുന്ന സാഹചര്യത്തിൽ നമുക്ക് അടുത്തത് നോക്കാം, മീൻസ് അടുത്ത എൻട്രിക്കായിട്ട് നോക്കാം. പ്രത്യേകിച്ചും ഈ കമ്പനിയിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല കുറേ ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതെന്താണെങ്കിലും താഴേക്ക് പോകാനുള്ള സാധ്യത തീരെ കുറവാണ്. അതായത് ഇവിടെ നേരെ താഴേക്ക് പോകാനുള്ള സാധ്യത, ഈ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകാനുള്ള സാധ്യത കുറവാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്തായാലും നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. തൽക്കാലം ഇപ്പൊ ഈ ഒരു 2 ലെവൽ മാത്രം നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി, 2110 റേഞ്ചും 1870 റേഞ്ചും. ഓക്കെ, താങ്ക് യു.